ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോ ആയിട്ടാട്ടോ എത്തിയിരിക്കുന്നത്. അതിനായിട്ട് നമ്മളിത് ഇതുപോലത്തെ മെറ്റൽ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഗോൾഡനോ സിൽവറോ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ക്രിസ്റ്റൽ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ ബീഡ്സും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ 4mm സിൽവർ കളറിലെ ഗിയർ വയറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗോൾഡൻ വേണമെന്നുണ്ടെങ്കിലും 3mmൻ്റെയോ 4mmൻ്റെയോ 5mmൻ്റെയോ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളിതുപോലത്തെ സ്റ്റോൺസ് ആണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സ്റ്റോൺസിന് പെർ പീസ് 2 രൂപയോ അങ്ങനെ എന്തോ ആണ് റേറ്റ്. പിന്നെ ഇതേ നമ്മൾ മേക്കിങ്ങിലോട്ട് കിടക്കാണ്. ഇത് ഗിയർ വയർ നമ്മൾ 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 പീസ് അല്ലെങ്കിൽ 2 പീസ്, അതായത് ഒരു പീസ് നമുക്ക് നല്ല അത്യാവശ്യം ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് 2ആക്കി മടക്കാം. പിന്നെ നമ്മൾ സെൻറ്ററിലേക്ക് കൂടി ആ ഒരു മടക്കിയ ആ ഒരു സെയിം ലെങ്ത്ത് വരുന്ന 3 പീസ് എടുക്കാം. 3 പീസ് എടുത്തിട്ട് നമ്മൾ ആ ഒരു 3 പീസ് കൂടി ഒരുമിച്ച് ഇതാക്കി പിടിച്ചിട്ട് നമ്മൾ ഹെയർ ബാൻഡിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ഒരു 4 സെൻറ്റിമീറ്ററോ 4.5 സെൻറ്റിമീറ്ററോ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. അതായത് എത്രത്തോളം നിങ്ങൾക്ക് ഹെയർ ബാൻഡിൽ നിങ്ങൾക്കിത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അത്രയും ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. 2 സൈഡിലും ഒരേ ഗ്യാപ്പ് വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു 3 ഗിയർ വയറും ഒരു 1/2 മീറ്റർ വെച്ചാണ് എടുക്കുന്നതെങ്കിൽ 3ൻ്റെയും ലെങ്ത്ത് 1/2 മീറ്റർ തന്നെ ആയിരിക്കണം കേട്ടോ ഗിയർ വയറിൻ്റെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ 3ഉം നല്ലപോലെ ചുറ്റി കൊടുത്തതിന് ശേഷം സെൻറ്റർ ഭാഗത്ത് കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ 3 ഗിയർ വയർ ഉണ്ടാവുമല്ലോ, 3 പോർഷനായിട്ട് ഗിയർ വയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സെൻറ്റർ ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ആ ഒരു സ്റ്റോൺ ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമുക്ക് കോർത്ത് കൊടുക്കാൻ പറ്റുന്ന സ്റ്റോണാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോൺ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സെൻറ്ററിലുള്ള ഗിയർ വയറിലൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ അപ്പുറവും ഇപ്പുറവും വരുന്ന ഗിയർ വയറിൻ്റെ ഉള്ളിൽ കൂടെ 3 ക്രിസ്റ്റൽ ബീഡ്സ് വീതം ഇട്ട് കൊടുക്കുക. 2 സൈഡിലും 3 അങ്ങനെ മൊത്തം 6 ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങാടുക്കും ഇങ്ങാടുക്കും ഒന്ന് നല്ലപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ഗിയർ വയർ ആ ബീഡ്സ് ഇട്ടിരിക്കുന്ന ഗിയർ വയർ റൈറ്റ് സൈഡിലോട്ട് ഇട്ട് നല്ല ടൈറ്റാക്കി പിരിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അടുത്ത സൈഡിലുള്ളതാണെങ്കിൽ വീണ്ടും നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ടായിട്ട് എത്രത്തോളം ടൈറ്റാക്കി ഇരിക്കാൻ പറ്റുമോ അത്രത്തോളം ടൈറ്റാക്കി നമ്മൾ ഹെയർ ബാൻഡിലേക്ക് ഒന്ന് നല്ല പോലെ ചുറ്റി കൊടുക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പാണ് നമ്മൾ ഫുള്ളായിട്ട് ചെയ്തു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെയും മനസ്സിലാകാനായിട്ട് ഞാൻ ഒത്തിരി അധികം പ്രാവശ്യം ഈ ഒരു ബീഡ്സ് കോർക്കുന്ന മെത്തേഡ് ഇങ്ങനെ കാണിച്ച് പോകുന്നുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, സെൻറ്റർ ഭാഗത്തുള്ള ഗിയർ വയറിലൂടെ സ്റ്റോൺ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ആ ഗിയർ വയർ 1-2 പ്രാവശ്യം ചുറ്റി കൊടുത്തതിന് ആ ബീഡ് പിന്നെ ഇളകി കളിക്കില്ല. അങ്ങനെ നമ്മൾ ചുറ്റി കൊടുത്തത് സെൻറ്ററിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യുക, അപ്പുറവും ഇപ്പുറവും 2 സൈഡിലും 3 ബീഡ്സ് വെച്ചിട്ട് നമ്മളിട്ട് കൊടുക്കുക. എന്നിട്ട് അതും നമ്മൾ അങ്ങാടും ആക്കിയിട്ട് നല്ല പോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇപ്പോൾ ഞാൻ 3 ബീഡാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ബീഡോ 5 ബീഡോ ഒക്കെ ഇട്ട് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ സൈസ് കുറയുന്തോറും നിങ്ങൾക്ക് ബീഡിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. അപ്പോൾ വലിയ സൈസൊക്കെ ആകുമ്പോൾ ഒരു 3-4 അതിൽ കൂടുതലാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറിയ ബീഡ്സൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ അധികം ബീഡ്സ് ചെയ്തിട്ട് ഈ ഒരു സെയിം മെത്തേഡ് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടത് നമ്മൾ ഒത്തിരി അധികം പ്രാവശ്യം ഈ ഒരു മെത്തേഡ് കാണിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം. സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഇതെങ്ങനെയാണ് മേക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകും കേട്ടോ. പിന്നെ നമ്മളുടെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണത്. ഇപ്പോൾ തന്നെ എല്ലാവരും നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ലൈക്കിലൂടെ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുന്നില്ല. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം എനിക്ക് വേണ്ട ലെങ്ത്തിൽ ഞാൻ മൊത്തത്തിൽ ബീഡിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എൻഡിങ് ഭാഗത്ത് അവസാനത്തെ ആ ഒരു ഇതും കൂടി ചെയ്യാണ്. വളരെ സിമ്പിളായിട്ട് കുറച്ച് ടൈം നമുക്ക് ഇതിനായിട്ട് മാറ്റി വെച്ചാൽ മതി. പിന്നെ ഈ മെറ്റീരിയൽസിൻ്റെയൊക്കെ റേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം കേട്ടോ. ഈ ഒരു ക്രിസ്റ്റൽ ബീഡ്സ് ആണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു മാല പോലെ മേടിക്കുന്നതിന് 40 രൂപയാണ്. പിന്നെ നമ്മളുടെ ഈ ഒരു സ്റ്റോണിനാണെങ്കിൽ പെർ പീസ് 2 രൂപയാണ്. പിന്നെ ഗിയർ വയറിന് 48 രൂപയോ അങ്ങനെ എന്തോ ആണ്. ഇപ്പോൾ റേറ്റ് കൂടിയോ കുറഞ്ഞോന്നൊന്നും എനിക്കറിയില്ല, ഞാൻ മേടിച്ച് വെച്ചിട്ട് കുറേ ആയി. പിന്നെ നമ്മളുടെ മെറ്റൽ ബോയ്ക്ക്
10 രൂപ അതിൽ താഴെയൊക്കെ കിട്ടുന്നുണ്ട്. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ എലഗൻ്റ് ആയിട്ടുള്ള നല്ല ലുക്ക് തോന്നുന്ന ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാം. നമുക്കിനി ഇത് എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒക്കെ മെറ്റീരിയൽസിൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ബീഡ്സിനും സ്റ്റോൺസിനും ഒക്കെ അത്യാവശ്യം റേറ്റ് വരുന്നതുകൊണ്ട് നമുക്കൊരു 100 എബോവ് ഇത് സെയിൽ ചെയ്യാവുന്നതാണ്. നോർമൽ ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് റേറ്റിന് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ.